നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പറവണ്ണയിൽ കടലേറ്റം, തെങ്ങുകൾ കടപുഴകി വീണു. കടലോരത്തെ ഇരിപ്പിടങ്ങളും കടലെടുത്തു. സ്നേഹപൂർവ്വം നമ്മൾ തമ്മിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. CPI താമനൂർ മണ്ഡല പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. താനൂരിൽ വീടിന്റെ മുകളിൽ വീണ മരം വെട്ടി മാറ്റി TDRF വളണ്ടിയർമാർ. നിർമ്മൽദൂർ പാലിയേറ്റീവ് കെയർ സൗജന്യമായി കിഡ്നി ആരോഗ്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. പറവണ്ണയിൽ കടലേറ്റം, തെങ്ങുകൾ കടപുഴകി വീണു. കടലോരത്തെ ഇരിപ്പിടങ്ങളും കടലെടുത്തു. സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. പറവണ്ണ ബദാം ബീച്ചിൽ കടലേറ്റത്തെ തുടർന്ന് സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. കടലോരത്തെ ഇരിപ്പിടങ്ങൾ കടലെടുത്തു. കടലോരത്തെ തെങ്ങുകൾ കടപുഴകി വീണു. ശരിക്കും കാലാവർഷം ഒരുപാട് ഈ 20 വർഷത്തിന് ശേഷമായിട്ട് ഇത്ര കാലാവർഷം കൂടിയിട്ടില്ല. അതിന്റെ പേരിൽ ശക്തമായിട്ട് മഴയുണ്ട്, കാറ്റുണ്ട്. അതിന്റെ പേരിൽ വള്ളക്കാരും ഇവിടുന്ന് പോകാറില്ല. ജനങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം തീരദേശത്തൊക്കെ വളരെ പട്ടിണിയിലായിരിക്കാനുള്ള സാധ്യത. അപ്പൊ അതിന്റെ പേരില് ജനങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും രാവിലെ തൊട്ട് കടപ്പുറങ്ങളിൽ വന്നിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ജോലിയൊന്നുമില്ല. വള്ളങ്ങളൊക്കെ കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ വള്ളം ഇല്ലെങ്കിലും ചെറിയ വള്ളങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ പറവണ്ണയിൽ. അവരൊക്കെ ഇപ്പോൾ കര ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രിത്തെ കാറ്റിക്ക് തെങ്ങ് കടവഴിഞ്ഞ് വീണിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ ഈ മരങ്ങള് ശക്തമായ കാറ്റുണ്ട്. രാത്രി കഴിഞ്ഞാൽ കാറ്റുണ്ട്. അതുപോലെ മഴ, ഒരു ഒഴിവില്ല. സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇനിയും സ്ഥലങ്ങൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടലേറ്റത്തെ തുടർന്ന് ചെറുവള്ളങ്ങളടക്കം കരക്കു കയറ്റിയിട്ടുണ്ട്. 10 ദിവസത്തിലധികമായി മത്സ്യബന്ധനം നടത്തിയിട്ട്. വെട്ടന്യൂസ് പറവണ്ണ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ വെട്ടം കർഷക കൂട്ടായ്മ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. വെട്ടം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. KT മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മലയാള സർവകലാശാല സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച കാർഷിക സെമിനാർ വെട്ടം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കളരിക്കൽ റിയാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന് എന്ത് ആനുകൂല്യം കിട്ടണമെങ്കിലും അതിന്റെ പേപ്പർ കൊടുക്കും. ആധാർ കാർഡ് മാത്രം പോരാ. പിന്നെ പച്ചക്കറിയും ചട്ടിയും കൊടുക്കും. ഈ ചട്ടി ആണെങ്കിൽ എന്ത് വേണം? നികുതി റെസീറ്റ് വേണം. അപ്പൊ അതിന് നിരന്തരം ഞാൻ പഞ്ചായത്തിൽ തല്ലുണ്ടാക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചോദിക്കുന്ന അന്നും ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ. ഈ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവരുണ്ടാവും. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പച്ചക്കറി ഉണ്ടാക്കണ്ടേ? പുറംപോക്കിൽ താമസിക്കുന്നവരുണ്ടാവും, അവർക്ക് പച്ചക്കറി ഉണ്ടാക്കണ്ടേ? ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്, അവർക്ക് ഓഡിറ്റിംഗ് ഉണ്ടാവും. ഓഡിറ്റിംഗ് ഉണ്ടാകുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തെന്നുള്ളതിന് കറക്റ്റ് രേഖകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയൊക്കെ രൂപീകരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അവസരത്തിൽ പറയാനുള്ളത്. KT മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കേസരി അവാർഡ് ജേതാവ് സുഷമ താനാളൂർ മുഖ്യാതിഥിയായി. സംസ്ഥാന ജൈവ കാർഷിക അവാർഡ് ജേതാവ് K ചന്ദ്രൻ മാസ്റ്റർ കൃഷിയും ഭക്ഷണവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിഷയാവതരണം നടത്തി. ഡോക്ടർ ബാബുരാജ്, PP നാസർ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ CP നഷ്വ അവാർഡ് ദാനം നിർവഹിച്ചു. VT അബ്ദുൽ ഹക്ക് സ്വാഗതവും കൊടക്കാട് ബഷീർ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് പറവണ്ണ. രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണകാലയളവിൽ നടപ്പിലാക്കുന്ന പുതിയ നയങ്ങളിലും കോർപ്പറേറ്റ് വത്കരണങ്ങളിലും
ജനം ഏറെ വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജു മാത്യു തോമസ് അഭിപ്രായപ്പെട്ടു. CPI തവനൂർ മണ്ഡലം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 വർഷക്കാലത്തേക്ക് 80 കോടി ജനങ്ങൾക്ക് 5 കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യ നിരക്കിൽ നൽകും. എന്താണ് സൗജന്യ നിരക്കിൽ നൽകുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 80 കോടി ജനങ്ങൾ പട്ടിണിക്കാരാണ് എന്ന് പരോക്ഷമായി അംഗീകരിക്കലാണ്. സർക്കാർ അംഗീകരിക്കില്ല. നിങ്ങൾക്കറിയാമായിരിക്കാം, എല്ലാ വർഷവും ലോകത്തെ പ്രമുഖങ്ങളായിട്ടുള്ള ചില സംഘടനകൾ ഓരോ രാജ്യത്തെ കുറിച്ച് പഠനം നടത്തി ചില കണക്കുകൾ പുറത്തുവിടുന്നത്. PP മുസ്തഫ, കിഷോർ കോട്ടേക്കോട്ടിൽ എന്നിവർ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ്, സംസ്ഥാന കൗൺസിൽ അംഗം ഷാജിറ മനാഫ്, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ, ജില്ലാ കൗൺസിൽ അംഗം KN ഉദയൻ, AIYF ജില്ലാ പ്രസിഡന്റ് EV അനീഷ്, TP മോഹനൻ, KP സുബ്രഹ്മണ്യൻ, ഇസ്മായിൽ അച്ചിക്കുളം എന്നിവർ സംസാരിച്ചു. വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ പ്രഭാകരൻ നടുവട്ടത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. വെട്ടന്യൂസ് തവനൂർ. കനത്ത കാറ്റിലും മഴയിലും താനൂരിൽ വീടിന്റെ മുകളിൽ വീണ മരം വെട്ടിമാറ്റി TDRF വളണ്ടിയർമാർ. ശോഭപ്പറമ്പ് സമദാനി റോഡിൽ താമസിക്കുന്ന മുനമ്പത്ത് സാവിത്രിയുടെ വീടിന്റെ മുകളിൽ വീണ മരവും താനൂർ പ്രിയ റെസിഡൻസിൽ താമസിക്കുന്ന കിനാരകത്ത് സുഹറ എന്നിവരുടെ വീടിന്റെ മുകളിൽ വീണ മരവുമാണ് വെട്ടിമാറ്റിയത്. TDRF വളണ്ടിയർമാരായ ആഷിഖ് താനൂർ, CP അഷദ്, സവാദ് താനൂർ, അബ്ദുള്ള, കോയ താനൂർ എന്നിവർ ചേർന്ന് വെട്ടിമാറ്റി. വെട്ടന്യൂസ് താനൂർ. വാണിയന്നൂർ അഭയം ഡയാലിസിസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ ജനതാ ബസാറിലെ നിറമരുതൂർ പാലിയേറ്റീവ് കെയറിൽ വെച്ച് കോഴിക്കോട് ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും നിറമരുതൂർ പാലിയേറ്റീവ് കെയറും സംയുക്തമായി സൗജന്യ കിഡ്നി ആരോഗ്യ നിർണയ ക്യാമ്പ് നടത്തി. ഡോക്ടർ K അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 200ഓളം രോഗികളെ പരിശോധിച്ചു. നിറമരുതൂർ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് മൂസക്കുട്ടി മങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഷീദ് കോഴിക്കോട്, CMP യൂസഫ്, VV അബ്ദുസലാം, CMP ഷീബ, അബ്ദുൽ ഹമീദ് പാറയിൽ, ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. P ജമാൽ, CMP അർഷാദ്, KPO മുബാറക്, K സിദ്ദിഖ്, ഷഹനാസ് റാഷിഖ്, ഹാദി ഉമർ, ഖൈറുൻ നിസ, അബ്ദുറഹിമാൻ, സുജാത, ഇസ്മത്ത് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വൈകുന്നേരം നടന്ന വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലിൽ തിരൂർ ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഫസൽ, മുഹ്തസിം ബില്ല എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വെട്ടന്യൂസ് നിറമരുതൂർ. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.